മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളെ വിളിച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ നൽകിയ പരാതിയിലാണ് വയനാട് സൈബർ പോലീസ് കേസെടുത്തത്. വയനാട് MP ഓഫീസിൽ നിന്നാണെന്നും വ്യാജേനയാണ് നേതാക്കൾക്ക് ഫോൺ സന്ദേശം എത്തിയത്. വിദ്യാ ബാലകൃഷ്ണന് പുറമെ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവർക്കും ഇത്തരത്തിൽ ഫോൺ കോൾ വന്നിരിക്കുകയാണ്. രാജ്കുമാർ ആണെന്ന് പറഞ്ഞാണ് വിദ്യയെ മറ്റൊരു നമ്പറിൽ നിന്നും ഒരാൾ വിളിച്ചത്. മന്ത്രിസഭ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുള്ള വാഗ്ദാനമായിരുന്നു ഡൽഹിയിൽ നിന്നും ഫോൺ വഴി ലഭിച്ചത്. വയനാട് MP ഓഫീസിൽ നിന്നാണെന്നും പറഞ്ഞായിരുന്നു സംസാരം. ജില്ലയിലെ ഒരു MP ആണ് ഫോൺ നമ്പർ തന്നതെന്നായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത്. ഇംഗ്ലീഷിലായിരുന്നു സംസാരം. സംഭാഷണം നീണ്ടപ്പോൾ സംശയം തോന്നിയ വിദ്യ പണം തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് ഫോൺ നമ്പർ നൽകിയെന്ന് പറഞ്ഞ MP വിദ്യ കാര്യങ്ങൾ ധരിപ്പിച്ചു. AICC ആസ്ഥാനത്ത് നിന്നാണെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചെന്നും ജില്ലയിലെ 2 നേതാക്കളുടെ ഫോൺ നമ്പർ വാങ്ങിയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. വിദ്യ നൽകിയ പരാതിയിൽ കോഴിക്കോട് സൈബർ സെല്ലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും ഫോൺ കോളുകൾ വന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA വിദ്യാ ബാലകൃഷ്ണനാണ് ഇത്തരമൊരു വ്യാജ ഫോൺ കോൾ ആദ്യം വന്നത്. ഈ മാസം 6-നാണ് ഒരു വ്യക്തി വിദ്യയെ വാട്സാപ്പിൽ വിളിക്കുന്നത്. രാജ്കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തി വയനാട് MP ഓഫീസിൽ നിന്ന് പറഞ്ഞാണ് MLAയുമായി സംസാരിച്ചത്. സംസ്ഥാനത്ത് അധികം വൈകാതെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം വാങ്ങി നൽകാം എന്നായിരുന്നു വാഗ്ദാനം. വാഗ്ദാനത്തിലെ പൊള്ളത്തരം മനസ്സിലായെങ്കിലും വിദ്യാ ബാലകൃഷ്ണൻ ഞെട്ടിപ്പോയി. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറില്ല. എങ്കിലും പണം താൻ നൽകാമെന്നാണ് വിദ്യ പറഞ്ഞത്. ഒപ്പം എങ്ങനെയാണ് താങ്കൾ എനിക്ക് മന്ത്രിസ്ഥാനം തരപ്പെടുത്തി തരുക എന്നും MLA ചോദിച്ചു. ഏതാണ്ട് 10 മിനിറ്റോളം സംസാരിച്ച് എങ്ങനെയാണ് മന്ത്രിസ്ഥാനം നൽകുക എന്നത് ഇയാൾ വിശദീകരിച്ചു എന്നാണ് വിദ്യാ ബാലകൃഷ്ണൻ പറയുന്നത്. കോഴിക്കോടെ ഒരു MPയിൽ നിന്നാണ് വിദ്യയുടെ ഫോൺ നമ്പർ വാങ്ങിയതെന്നാണ് വിളിച്ചയാൾ പറഞ്ഞത്. MPയെ വിദ്യ ബന്ധപ്പെട്ടപ്പോൾ ഡൽഹിയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചിരുന്നെന്നും ജില്ലയിലെ 2 MLAമാരുടെ ഫോൺ നമ്പർ നൽകിയിരുന്നെന്നും വ്യക്തമാക്കുകയും ചെയ്തു. സംശയം തോന്നിയിരുന്നതിനാൽ ഉടൻ തന്നെ MLA പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം അറിയിച്ചു. എന്നാൽ അവിടെ നിന്നും അങ്ങനെ ആരും ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് MP ഓഫീസ് വ്യക്തമാക്കിയത്. എന്തായാലും വ്യാജ ഫോൺ കോളിനെതിരെ വിദ്യാ ബാലകൃഷ്ണൻ കോഴിക്കോട് സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും തുമ്പൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. സംഭവം വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ ഉൾപ്പെടെ സംശയനിഴലിലാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം ഇതിൽ പരാമർശിക്കുന്ന കോഴിക്കോട് MPക്കെതിരെയും ആരോപണങ്ങൾ ഉയരാം. കോഴിക്കോട് ജില്ലയിൽ നിന്നും 2 MPമാരാണ് ഉള്ളത്. അത് MK രാഘവനും ഷാഫി പറമ്പിലുമാണ്. അതേസമയം ഫോൺ ചെയ്ത വ്യാജനെ കണ്ടെത്തുന്നതുവരെ വിഷയം കോൺഗ്രസിനെ ഒന്നാകെ ആരോപണ മുന്നയിൽ നിർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രിയങ്ക ഗാന്ധിയെയും പാർട്ടിയെയും അപമാനിക്കാൻ മനഃപൂർവ്വം നടത്തിയ ഫോൺ കോൾ ആണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്.